എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയത് ആരാണ്? ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയത്. ഇരയിമ്മൻ തമ്പിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ. ഇത് ആരുടെ വരികളാണ്? വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണിത്. ആരുടെയാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. കുന്തലതയാണ് ആദ്യത്തെ മലയാളത്തിലെ നോവൽ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ഇത് ആരുടെ വാക്കുകളാണ്? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന് പറയുന്നത് ആരുടെ വാക്കുകളാണ്? PN പണിക്കരുടെ വാക്കുകളാണ് വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നുള്ളത്. അടുത്ത ചോദ്യം: ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ് ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ്? മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ബാലാമണിയമ്മ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണിയമ്മയാണ്. മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? PN പണിക്കരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി PN പണിക്കരുടെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോണം, പൊതുവായിൽ നാരായണ പണിക്കർ എന്നാണ് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം നമ്മുടെ 2025 വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.